നമസ്കാരം. ഇന്ന് മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം. സ്ത്രീകളുടെ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ നേട്ടങ്ങളെ ആഘോഷിക്കാൻ എല്ലാ വർഷവും മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമായി ആചരിക്കുന്നു. ലിംഗസമത്വം ഉറപ്പാക്കുന്നതിനായുള്ള ആഗോള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനുള്ള ഒരു ആഹ്വാനം കൂടിയാണ് ഈ ദിനം. 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് വ്യവസായവൽക്കരണവും രാഷ്ട്രീയ മാറ്റങ്ങളും അതിവേഗം സംഭവിച്ചുകൊണ്ടിരുന്ന കാലത്താണ് വനിതാ ദിനത്തിന്റെ വേരുകൾ ആഴ്ന്നിറങ്ങുന്നത്. 1908 ന്യൂയോർക്കിലെ ആയിരക്കണക്കിന് വസ്ത്രനിർമ്മാണ തൊഴിലാളികളായ സ്ത്രീകൾ മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങൾക്കും കുറഞ്ഞ ജോലി സമയത്തിനും വോട്ടവകാശത്തിനും വേണ്ടി തെരുവിലിറങ്ങുകയുണ്ടായി. 1910 നടന്ന അന്താരാഷ്ട്ര സോഷ്യലിസ്റ്റ് വനിതാ സമ്മേളനത്തിൽ ജർമ്മൻ ആക്ടിവിസ്റ്റ് ക്ലാര ജെൻകെയാണ് ഒരു അന്താരാഷ്ട്ര വനിതാ ദിനം എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഈ നിർദ്ദേശം ഏകകണ്ഠമായി അംഗീകരിക്കപ്പെട്ടു. 1925 അന്താരാഷ്ട്ര വനിതാ വർഷത്തിലാണ് ഐക്യരാഷ്ട്രസഭ ഔദ്യോഗികമായി ഈ ദിനം ആഘോഷിക്കാൻ തുടങ്ങിയത്. ഇതോടെ ഇതിന് ആഗോളതലത്തിൽ വലിയ അംഗീകാരം ലഭിച്ചു. ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് 1917 റഷ്യയിലെ സ്ത്രീകൾ ഭക്ഷണവും സമാധാനവും ആവശ്യപ്പെട്ട് നടത്തിയ പ്രതിഷേധങ്ങളെ തുടർന്നാണ് മാർച്ച് 8 വനിതാ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് തുടങ്ങിയത്. അവരുടെ പണിമുടക്ക് റഷ്യയിലെ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വരെ വഴിവെച്ചു. അതിനുശേഷം മാർച്ച് 8 സ്ത്രീകളുടെ പ്രതിരോധത്തിൻ്റെയും കരുത്തിൻ്റെയും പരിഷ്കരണത്തിൻ്റെയും പ്രതീകമായി മാറി. രാഷ്ട്രീയം, ശാസ്ത്രം, ബിസിനസ്, കല, കായികം, സാമൂഹ്യ പ്രവർത്തനം എന്നീ മേഖലകളിൽ സ്ത്രീകളുടെ സംഭാവനകളെ ഈ ദിനം ആദരിക്കുന്നു. ലിംഗപരമായ വേതന വ്യത്യാസം, അസമത്വം, വിവേചനം, സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ എന്നിവയിലേക്ക് ഈ ദിനം ശ്രദ്ധ ക്ഷണിക്കുന്നു. ഓരോ വർഷവും ലിംഗസമത്വത്തിന് കൂട്ടായ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രത്യേക പ്രമേയത്തിന് കീഴിലാണ് വനിതാ ദിനം ആചരിക്കുന്നത്. ശാക്തീകരണം, ഉൾപ്പെടുത്തൽ, നേതൃത്വം, നവീകരണം എന്നിവയിലൊക്കെയാണ് ഇത്തരം പ്രമേയങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഗണ്യമായ പുരോഗതി ഉണ്ടായിട്ടുണ്ടെങ്കിലും ലിംഗപരമായ അസമത്വം ഇപ്പോഴും ലോകമെമ്പാടും ഒരു വലിയ പ്രശ്നമായി നിലനിൽക്കുന്നു. തുല്യ അവകാശങ്ങൾക്കും അവസരങ്ങൾക്കും വേണ്ടിയുള്ള പോരാട്ടം തുടരുന്നുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഓരോ വനിതാ ദിനവും. ഇത് വെറുമൊരു അഭിനന്ദനത്തിന്റെ ദിവസമല്ല, മറിച്ച് എല്ലാവർക്കും തുല്യമായ ഒരു ലോകം കെട്ടിപ്പടുക്കാനുള്ള ഒരു പ്രവർത്തനത്തിന്റെ ദിവസം കൂടിയാണ്.